നമസ്കാരം. മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത. അസ്ഥികൂടത്തിന് സമീപത്ത് നിന്നും ഒരു ഡബിൾ മുണ്ടും ഒരു നീല റബ്ബർ ചെരുപ്പും അരക്കുപ്പിയോളം വെള്ളവും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടെ സ്കൂൾ മൈതാനത്തിന് സമീപത്തെ കാട്ടിൽ നിന്നും തലയോട്ടിയും അസ്ഥികൂട അവശിഷ്ടങ്ങളും കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കുട്ടികൾ വിവരം ഗാന്ധിനഗർ പോലീസിനെ അറിയിച്ചു. രാവിലെ സ്ഥലത്തെത്തിയ ഗാന്ധിനഗർ പോലീസ് സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തി. ഈ സമയത്താണ് അസ്ഥികൂടത്തിന് സമീപത്തു നിന്നും ഡബിൾ മുണ്ടും ഒരു ജോഡി ചെരുപ്പും അതുപോലെ തന്നെ കുടിച്ച ശേഷം ഉപേക്ഷിച്ച രീതിയിൽ വെള്ളത്തിന്റെ കുപ്പിയും കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഗാന്ധിനഗർ പോലീസ് സംഘം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആളുകളെ ഈ പ്രദേശത്തു നിന്നും കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമൊക്കെയാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. സംഭവസ്ഥലത്തു നിന്നും ശേഖരിച്ച അസ്ഥികൂടം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഇന്ന് തന്നെ പോലീസ് സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതോടെ ഇത് പുരുഷന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. മരണകാരണം അടക്കമുള്ളവ ഈ ഫോറൻസിക് പരിശോധനാ ഫലം വരുമ്പോൾ മാത്രമേ വ്യക്തമാകൂവെന്നാണ് ലഭിക്കുന്ന വിവരം. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഒരാൾ എത്തി എന്നതാണ് പോലീസ് സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രദേശത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് സംഘം ശേഖരിക്കുന്നുണ്ട്. അസ്ഥി കഷ്ണങ്ങൾക്ക് കാലപ്പഴക്കമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് വിശദമായ പരിശോധന നടത്തും. ഐഡിയയിലും